ഇപ്പൊ കുറെ പേര് ഇപ്പൊ പറയാറുണ്ട് വയറ് മുറുക്കി കെട്ടണം പ്രസവശേഷം എന്ന്. പണ്ടുള്ള കാലത്തും ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രസവശേഷം വയറ് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ആ വയറ് കുറയും. ഇതൊരു മിത്താണോ അതോ ഇതിന് ആക്ച്വലി റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം ഒപിയിലൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വയറ് നോക്കുമ്പോൾ അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് എടുത്ത് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ ഉമ്മൻ്റെ അടുത്തൊന്നും പറയണേ കെട്ടൊന്ന് ഊരാൻ. സോ അത് ഭയങ്കര കോമൺ ആണ്. പ്രസവ രക്ഷ എന്നുള്ള പേരിൽ ആക്ച്വലി പ്രസവ ശിക്ഷയാണ് സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കോൺസെപ്റ്റ് മാറണം. ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും അവർക്ക് ആർക്കും ഈ വയറ് കെട്ടിവെക്കുന്നതില്ല. പക്ഷേ എത്ര നമ്മുടെ അമ്മമാർക്ക് നമ്മൾ എത്ര ആൾക്കാരെ നല്ല നല്ല വയറോട് കൂടി കാണാറുണ്ട്. അപ്പോൾ ഇത് കെട്ടിവെക്കുന്നത് കൊണ്ടല്ല നമുക്ക് വയറ് കൺട്രോൾ ആവുന്നത്. നമ്മൾ യൂട്രസ് 70 ഗ്രാം മാത്രം ഉണ്ടായിരുന്ന യൂട്രസ് ഒരു 1 kg വെയിറ്റ് വരുന്നു. ബേബി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത്രയും ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ മസിൽസിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര ഡിഫറൻസ് വരാം. അപ്പം അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വയറ് കെട്ടുകയല്ല വേണ്ടത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റ്പാർട്ടം എക്സസൈസസ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വയറിലുള്ള ഫാറ്റ് കണ്ടൻറ്റ് ഒരുപാട് കൂടുന്നതിനുള്ള കാരണം നമ്മൾ ഭയങ്കര കാർബോഹൈഡ്രേറ്റ്സും ഷുഗേഴ്സും കഴിക്കുന്നത് ഒരു മേജർ ഇതാണ്. പ്രസവ രക്ഷയായിട്ട് നമ്മൾ കുറേ മധുരമുള്ള സാധനങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത്. മറിച്ച് പ്രോട്ടീൻ ഉള്ളതോ വൈറ്റമിൻസ് ഉള്ളതോ സാധനങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രെങ്തനിങ് നമ്മുടെ മസിലിന് കൊടുക്കാം. അതൊരു പ്രസവശേഷം 6 ആഴ്ചയ്ക്ക് ശേഷം ആവാം. സിസേറിയൻ കഴിഞ്ഞാൽ മിനിമം ഒരു 3 months to 6 months. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, സ്ട്രെങ്തനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ടമ്മി ടക്ക് പ്രൊസീജിയേഴ്സും അബ്ഡോമിനോപ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയേഴ്സിലേക്ക് അങ്ങനെ പോയിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം. അല്ലാതെ വയറ് കെട്ടിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കാര്യമായിട്ട് വരില്ല. ഈ ഒരു പ്രസവശേഷം കുറെ ലേഹ്യങ്ങൾ കഴിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ്, അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അനങ്ങാതെ കിടത്തുക, അതുപോലെ തന്നെ കുറേ ആഹാരം കഴിപ്പിക്കുക, ഇങ്ങനത്തെ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രസവശേഷം സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊക്കെ എന്താണ് പറയുന്നത്? നല്ലതാണോ അല്ലെങ്കിൽ എങ്ങനെയാണത്? പ്രസവവും പ്രഗ്നൻസിയും ഡെലിവറിയും ഇത് രണ്ടും വളരെ ഫിസിയോളജിക്കലായിട്ട് നോർമലായിട്ട് ശരീരത്തിൽ നടക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ ബോഡി തന്നെ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഈ അമ്മമാരൊക്കെ കൂടി ചേർന്ന് ഒരു 10 പ്രാവശ്യം ചോറ് കൊടുക്കും. അതിൻ്റെ ഇടയിൽ കുറേ ലേഹ്യം കൊടുക്കും. ഈ ലേഹ്യത്തിൽ മുഴുവനായിട്ടുള്ളത് നെയ്യും മധുരവും കൽക്കണ്ടവും ശർക്കര ഇതെല്ലാം ഇട്ട സാധനങ്ങളായിരിക്കും. അപ്പം ശരിക്കും നമ്മുടെ ശരീരത്തിന് ഹീൽ ചെയ്യേണ്ട ഒരു സമയത്ത് ആവശ്യമുള്ള പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഫൈബേഴ്സ് ഇതൊന്നും കിട്ടാതെ നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് മാത്രം കൊടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ അനക്കാതെ കിടത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു സ്ത്രീകളുടെ ബോഡി കംപ്ലീറ്റ് അങ്ങോട്ട് മാറുകയാണ്. അതിൽ മൊത്തം ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഈ കിടക്കുന്നതോടുകൂടി അതുപോലെ വയറ് കെട്ടിവെക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒരു എന്താ പറയുക, വളരെ ഒരു ജോലിയില്ലാത്തൊരു കണ്ടീഷനിലേക്ക് നമ്മുടെ ബോഡി പോവുകയാണ്. നമ്മൾ കൊടുക്കുന്ന എനർജി ബേൺ ചെയ്യുന്നുമില്ല, പകരം നമ്മൾ അതിനെ കൂടുതൽ അതിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണത കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. നമ്മൾ നമ്മുടെ ശരീരത്തിന് ഹീൽ ചെയ്യാനും നമ്മുടെ കുഞ്ഞിന് മുലയൂട്ടാനും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫൈബേഴ്സും ഒക്കെയുള്ള നല്ല ആഹാരങ്ങൾ കഴിക്കാം. മുട്ട കഴിക്കാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, ഇലക്കറികൾ കഴിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണോ നോർമലി ആക്റ്റീവായിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മൾ തന്നെ മതി. അതാണ് അതിൻ്റെ ശരി. അതിന് പകരമായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ബോഡി ഇമേജിനെ നശിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാണ്ടാക്കും. ഇതെല്ലാം ചേർന്ന് കുറച്ചൊരു 6 മാസം ഒരു 10 മാസം കഴിയുമ്പോഴത്തേക്ക് നടുവേദന, ഊരവേദന, ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ആയിട്ട് അവർ പിന്നെ നമ്മളടുത്ത് വരും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാണ് വേണ്ടത്, മറിച്ച് അതിനെ അവിടെ റിലാക്സ് ചെയ്ത് ഒരു ഭാഗത്ത് ഇരുത്തല്ല വേണ്ടത്. ഇപ്പോൾ ലൈപ്പോസെക്ഷൻ ആർക്കാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടമ്മി ടക്ക് ആർക്കാണ് ചെയ്യേണ്ടത്? കാരണം ആളുകൾക്ക് പൊതുവെ സർജറി എന്ന് മാത്രമേ അറിയുള്ളൂ, ഇതിന്റെ ഡിഫറൻസ് അവർക്ക് അറിയില്ല. അപ്പോൾ ആരാണ് ഇത് ചെയ്യേണ്ടത്? നമ്മുടെ അടുത്ത് മിക്ക ലേഡീസും വരുന്നത് അവർ ലൈപ്പോസെക്ഷൻ കീഹോൾ സർജറി മതി, വലിയ സർജറി വേണ്ട, എനിക്കധികം സമയമില്ല, തിരിച്ച് ജോലിക്ക് പോകണം, വീട്ടിൽ കുട്ടികൾ, അപ്പോൾ അങ്ങനെ ആ ഒരു എൻക്വയറി ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കൊഴുപ്പെടുത്ത് കളയുന്ന സർജറി മാത്രം. ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി മേജർ സർജറിയാണ്. അല്ല, നമ്മൾ സ്കിന്ന് കളയുന്ന, മസിൽ ടൈറ്റൻ ചെയ്ത് ലൈപ്പോസെക്ഷൻ 3 കമ്പൈൻ ചെയ്ത സർജറി ടമ്മി ടക്ക് സർജറി. രണ്ടിനും അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ അത് ഇപ്പം മിക്ക നമ്മുടെ അടുത്ത് വരുന്ന മിക്ക ലേഡീസും പോസ്റ്റ് ഡെലിവറി ലേഡീസാണ്. ഓക്കെ, ഡെലിവറി കഴിയുമ്പോൾ സ്കിൻ ക്വാളിറ്റി മോശമാണ്, സ്കിന്ന് തൂങ്ങും, മസിൽ ലൂസാകും, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ലൈപ്പോസെക്ഷൻ മാത്രം ചെയ്താൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഉള്ള സ്കിന്ന് കൂടുതൽ ഹാങ് ആവുക ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരാൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോൾ അവർ സ്കിന്ന് തൂങ്ങും, സ്കിന്ന് റിമൂവ് ചെയ്യുന്ന സർജറികൾ നമ്മളതിനൊക്കെ കേട്ടിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുക വെച്ചാൽ. അപ്പോൾ ഓൾറെഡി സ്കിന്നിൻ്റെ ക്വാളിറ്റി മോശമാണ്, സ്കിന്ന് സാഗ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ലൈഫ് ആ കൊഴുപ്പ് മാത്രം എടുത്ത് കളഞ്ഞാൽ എന്താ സംഭവിക്കുക, സ്കിന്ന് വീണ്ടും ഹാങ് ആവും. അപ്പോൾ അവർക്ക് ഉള്ള റിസൾട്ട്, അവരുള്ള ആ ഷേപ്പ് ഇനിയും കുറച്ച് കൂടുതൽ മോശമാവുക ചെയ്യുക അല്ലേ. അപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്യേണ്ട ഇൻഡിക്കേഷൻസ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസാണിത് വളരെ 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 കുറവാണ്. അപ്പോൾ ലൈപ്പോസെക്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റ്ലി അതായത് പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള സ്ത്രീ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഷേപ്പ് ഉണ്ട്,
ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റബേൺ ഫാറ്റ് ഉണ്ടാവും, അത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ പോകില്ല. അപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ സൈഡ് ലവ് ഹാൻഡിൽസ് ഉണ്ടാവും, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ തൈസ്, അങ്ങനത്തെ ചില ആംസ്, അങ്ങനത്തെ ചില സ്പെസിഫിക് സ്ഥലങ്ങളിൽ അവർക്ക് ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ ആ ഭാഗം നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ അല്ലാത്ത മിക്ക പോസ്റ്റ് ഡെലിവറി, എസ്പെഷ്യലി നമ്മുടെ ഒരു ജെനറ്റിക്സ് വെച്ചിട്ടുള്ള മിക്ക സ്ത്രീകളും പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അവർക്ക് ലൈപ്പോസക്ഷൻ മാത്രം കൊണ്ട് കാര്യം അവർക്ക് ടമ്മിട്ടൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. ചെറിയ മാരടങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു സോഷ്യൽ എക്സ്പെക്ടേഷൻസിനെ അവർ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിചാരമുള്ളവർ. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ അവരുടെ ബ്രസ്റ്റ് സൈസ് വർദ്ധിപ്പിക്കാനായിട്ട്? ബ്രസ്റ്റ് സൈസ് വലുതാക്കാനുള്ള സർജറീസ് ഉണ്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ ചെറിയ മാറുകളുള്ളവർക്കും ചെയ്യും. പിന്നെ ചില കുട്ടികൾക്ക് ഈ പോളൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രോബ്ലമായിട്ട് അവർക്ക് ആ മാറ് മാത്രം ചെറുതും മറ്റേത് വലുതും അങ്ങനെയൊക്കെയുള്ള ഇറഗുലറായിട്ടുള്ള, അല്ലാത്ത ആൾക്കാർക്ക് തന്നെയും ചിലപ്പോൾ ഒരു മാറിടത്തിന് വലിപ്പം കൂടുതലും ഒരു മരത്തിന് വലിപ്പം കുറവുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇംപ്ലാന്റ് സർജറി. അത് പല തരത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന് നമുക്ക് തീരെ കാണാത്ത മാതിരി പിന്നെ കൈയിൻ്റെ കക്ഷത്തിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ നിപ്പിളിൻ്റെ അവിടെ ചെറിയ കട്ടാക്കിയിട്ട് ചെയ്യാം. പക്ഷേ സാധാരണ മിക്കവാറും സമയത്ത് നമ്മൾ ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള അവിടെ ഒരു ചെറിയ കട്ടുണ്ടാക്കിയിട്ട് അതിലൂടെയാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഓപ്ഷൻസ് വേണ്ടെന്നുള്ളവർക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇപ്പോൾ മാഡം പറഞ്ഞത് 2 ഓപ്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ഒന്നല്ലെങ്കിൽ ഇംപ്ലാന്റ് സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ പിന്നെയും ഈ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ നമ്മൾ പറയുന്ന മറ്റേ സർജറീസ്, മറ്റേ ഈ ഫീമെയിൽ സർജറീസ് അത്രയും കോമൺ അല്ല. വെസ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയി ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ആണ്. കാരണം അവിടുത്തെ ഡ്രസ്സിങ് രീതി അങ്ങനെയാണ്. അവർക്ക് ഇപ്പോൾ അവരുടെ ഒരു സോഷ്യൽ സിറ്റിങ്ങിൽ ഇത് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക കോമൺ ആയിട്ട് സർജറി ആയിട്ട് വരും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് അത്യാവശ്യം ആൾക്കാരുണ്ട്. കാരണം ഈ ചെറിയ മാരണം കൊണ്ട് അവർക്ക് തന്നെ പല ആൾക്കാർക്കും ഒരു കോൺഫിഡൻസ് കുറവ്, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ അവർ തന്നെ കുറേ അവർ അനുഭവപ്പെടാറുണ്ട്. ഇതിൽ ഇംപ്ലാന്റ് ആണ് ഏറ്റവും കോമൺ, ഏറ്റവും റിലയബിൾ അല്ലേ? സെക്കൻഡ് ഒരു ഓപ്ഷൻ ഇംപ്ലാന്റ് കുറേ പേർക്ക് പേടിയാണ്. കാരണം അങ്ങനെ ഇംപ്ലാന്റ് പറയുമ്പോൾ വേറൊരു സാധനമാണ് അല്ല, ഒരു ആർട്ടിഫിഷ്യൽ സാധനം ബ്രസ്റ്റ് അടിയിലേക്ക് വെക്കുന്നു, അതൊക്കെ എത്ര കാലം നിൽക്കും, പൊട്ടിത്തെറിക്കുകയോ പൊട്ടുവോ അല്ല, അങ്ങനെ അല്ലേ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്താ ഫ്ലൈറ്റിൽ പോകുന്നു പൊട്ടിത്തെറിച്ചോ എന്തൊക്കെ, അങ്ങനെ കുറേ ഫണി വീഡിയോസ് ഉണ്ട്. പക്ഷേ അതൊക്കെ നോൺസെൻസിക്കൽ വീഡിയോസ്, അതിലൊക്കെ ഒരു സെൻസ് ഇല്ല. ഇപ്പോഴത്തെ മോഡേൺ ഇംപ്ലാന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലയബിളും അത് ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഇംപ്ലാന്റ്സ് ആണ്. പിന്നെ അത് വളരെ എന്താ പറയുക സ്ട്രോങ് ഇംപ്ലാന്റ്സ്, അത് അതിന് മുകളിൽ വണ്ടി കയറ്റിയാൽ പോലും ഒന്നും സംഭവിക്കില്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആൾ മരിച്ചു പോയാൽ പോലും ഇംപ്ലാന്റ് അവിടെ ഇൻടാക്റ്റ് ആയി നിൽക്കും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഇംപ്ലാന്റ്സ് ആണ്. പക്ഷേ എന്തൊക്കെയാലും ഒരു ചെറിയൊരു സർജറി അല്ല, ചെറിയ കട്ട് കൊടുക്കണം, ചെറിയൊരു കട്ട് കൊടുത്ത് ഇംപ്ലാന്റ് കയറ്റണം. അപ്പോൾ അത് ഓർക്കുമ്പോൾ പിന്നെ എന്നാലും ചിലർക്ക് പെയിൻഫുൾ പ്രോസസ് ആയിരിക്കും, കുറേ പേർക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും. വേദനയാണോ? അല്ല, അതായത് നമ്മൾ ഡേ കെയർ സർജറി, ഇംപ്ലാന്റ് സർജറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ കെയർ സർജറി, അത് മോർണിംഗ് പേഷ്യൻ്റ് വരുന്നു, അനസ്തീഷ്യ സർജറി ചെയ്യുന്നു, സെയിം ഡേ ഈവനിങ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സർജറിയാണ് അല്ലേ? അപ്പോൾ ആ സർജറി ഓർത്തുന്ന ആരും ശരിക്കും ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൂടുതലൊരു മെൻറ്റൽ ബ്ലോക്കാണ്. നമ്മൾ ഫോറിൻ മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്ന കൂടുതൽ ആൾക്കാർ മെൻറ്റൽ ബ്ലോക്കാണത്. പെയിൻ ഓർത്ത് ആരും പേടിക്കാൻ ആവശ്യമില്ല. നെക്സ്റ്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒരു മോശമില്ലാത്ത ഓപ്ഷനാണ്. പക്ഷേ കൊഴുപ്പിന് അതിനെ പരിമിതിയുണ്ട് അല്ലേ? ഇംപ്ലാന്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇത്രയും CC ഉള്ള 200 CC 250 300 400 CC ഇംപ്ലാന്റ് വെച്ച് നമുക്ക് ഇത്രയും സൈസ് കൂട്ടാൻ പറ്റും, ഒറ്റ സ്ഥലത്തേക്ക് കൂട്ടാൻ പറ്റും. കൊഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ കൊഴുപ്പ് തന്നെ എടുത്ത് നമ്മുടെ ബ്രസ്റ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ കൊഴുപ്പ് സാധാരണ 100% ശരീരത്തിൽ പിടിക്കില്ല, കുറച്ച് കൊഴുപ്പം കലിഞ്ഞു പോകും, ഒരു മേബി 30-40% കൊഴുപ്പം കലിഞ്ഞു പോകും. പിന്നെ കൊഴുപ്പ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പരിമിതിയുണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് ഇഞ്ചെക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ കൊഴുപ്പ് ഇഞ്ചെക്റ്റ് മോശമില്ലാത്ത ഓപ്ഷനാണ്, പക്ഷേ അത് വെച്ച് നമുക്ക് ഒരുപാട് ഭയങ്കര നമ്മൾ ചിലപ്പോൾ ഡ്രാസ്റ്റിക് സൈസ് ഇൻക്രീസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആ ഉദ്ദേശിച്ച സൈസ് ഇൻക്രീസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2-3 തവണ നമ്മൾ കൊഴുപ്പ് ഇഞ്ചെക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സർജറി ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് വീണ്ടും കൊഴുപ്പ് ഇഞ്ചെക്ഷൻ ചെയ്ത് ചിലപ്പോൾ 3-4 തവണ കൊഴുപ്പ് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ ലേഡിക്ക് അവരുടെ സൈസ് കിട്ടാൻ പോകുന്നത്. പക്ഷേ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കൊഴുപ്പിൻ്റെ ആ സൈസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നമ്മുടെ ബോഡിയിലത്തെ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തത്, അവിടെ അങ്ങ് നിന്നോളും. അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് സൈസ് കൂട്ടാനായിട്ട് നാച്ചുറലി കുറേ പേര് പറയും ആ രസായനം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലേഹ്യങ്ങൾ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നെയ്യ് നന്നായിട്ട് കൺസ്യൂം ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ, അതോ ഇത് ആക്ച്വലി മിത്താണോ? അത് മിത്താണ്. കാരണം ബ്രസ്റ്റ് മെയിനായിട്ട് ഫാറ്റല്ല, ഗ്ലാൻഡാണ്. അപ്പോൾ നമ്മൾ നെയ്യ് കഴിക്കുന്നതുകൊണ്ടും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫാറ്റ് കൂടുന്നല്ലാതെ ബ്രസ്റ്റിന് കൂടില്ല. അപ്പം നമുക്ക് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട്, ചിലപ്പം തൈസോ അല്ലെങ്കിൽ വയറോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫാറ്റ് കൂടും, പക്ഷേ ബ്രസ്റ്റിന് കൂടാനുള്ള സാധ്യത കുറവാണ്.
അപ്പോൾ പുരുഷന്മാർക്കും ഇതുപോലെ തന്നെ മാറിടത്തിന്റെ വലിപ്പം കൂടുതലാവുകയും അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്? പുരുഷന്മാർക്ക് സാധാരണ വരുന്നത് ഒരു ടീനേജിൽ ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരുന്നതാണ്. ഒരു ബ്രസ്റ്റിന് വലിപ്പം ഉണ്ടാവും. അതിന് ഗൈനക്കോമാസ്റ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഓപ്പറേഷൻ കൊണ്ട് റിമൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫ്ലാറ്റായിട്ട് മറ്റുള്ളവർക്കുള്ള പോലെ തന്നെ അധികം കലിയൊന്നും കാണാത്ത പോലെ സർജറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില സമയത്ത് കുറച്ചുകൂടി വലുതായാലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, ലിവറിൻ്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ ചില കഴിക്കുന്ന എന്തെങ്കിലും ടാബ്ലറ്റ്സ് കൊണ്ടൊക്കെ ഇതേപോലത്തെ ചേഞ്ചസ് പുരുഷന്മാരിൽ ഉണ്ടാവാറുണ്ട്. അപ്പോഴും ഈ സാധാരണ കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വലുതായിട്ടുള്ള സ്ഥലം ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത് പെയിൻഫുൾ ആണോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അതൊരു ഡേ കെയർ പ്രൊസീജിയർ പോലെ തന്നെ ചെയ്യാവുന്നതാണ്. വളരെ വലിയ സ്ഥാനം അല്ലെങ്കിൽ നമുക്കൊരു ഡേ കെയർ പ്രൊസീജിയർ പോലെ പേഷ്യൻ്റ് വന്ന് വേണമെങ്കിൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന മാതിരി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചെറിയ വ്യത്യാസമാണ്. ഈ ലോക്കൽ കൊടുത്തിട്ട് പോലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണിത്. അതത്ര പെയിൻഫുള്ളായിട്ടുള്ളതല്ല. പെയിൻ കില്ലേഴ്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ പേഷ്യൻറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പുരുഷന്മാർ ജിമ്മിൽ പോവാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കൂടുതൽ മാരടങ്ങൾ വരാനോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ടോ? എല്ലാവരും ജിമ്മിൽ പോയിട്ട് പ്രോട്ടീൻ ആണല്ലോ, മസിലിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ കുറേ പുറത്തെ സോഴ്സുകൾ വഴി ആൾക്കാർ എടുക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന സപ്ലിമെന്റ് വേ പ്രോട്ടീൻ ആണ് അല്ലേ. ഒട്ടുമിക്ക ജിമ്മിൽ പോകും മസിൽ ബ്ലേസ് അങ്ങനത്തെ നമ്മൾ കുറേ ബ്രാൻഡുകൾ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വേ പ്രോട്ടീൻ അങ്ങനത്തെ സാധനം കഴിച്ചാൽ നമുക്ക് ഒരിക്കലും ഗൈനക്കോമാസ്റ്റി വരാൻ പോകുന്നില്ല. അത് വെറും പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മിത്ത് വരുന്നത് എന്താ വെച്ചാൽ, ഈ കുറേ ബോഡി ബിൽഡേഴ്സ്, എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡേഴ്സ്, അവർ ഉപയോഗിക്കുന്ന സപ്ലിമെന്റ്സ് പറഞ്ഞാൽ ഇതല്ല സപ്ലിമെന്റ്സ്. അവർ ഉദ്ദേശിക്കുന്ന സപ്ലിമെന്റ്സ് പറഞ്ഞാൽ സ്റ്റെറോയിഡ്സ് ആണ് അല്ലേ. അനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത് മസിൽ ബിൽഡിംഗ് സ്റ്റെറോയിഡ്സ് എന്ന് പറയും. അത് എടുത്തു കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ ഹോർമോണാണ്. ആ ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൈനക്കോമാസ്റ്റി വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് പറയുന്നത് ഒരു കോമൺ മാൻ ഉദ്ദേശിക്കുന്ന സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ പ്രോട്ടീനാണ്. പിന്നെ അല്ലാണ്ട് ചില വൈറ്റമിൻസ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായി. ഈ മറ്റേ പ്രീ വർക്കൗട്ട് അങ്ങനത്തെ കുറേ സംഗതികൾ, അതൊക്കെ സേഫാണ്. അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഗൈനക്കോമാസ്റ്റി ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് കൃത്യം ക്രിയാറ്റിൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്. അത് കൃത്യം ഡോസിൽ, അതായത് ആ ലേബിൾ ആ ബ്രാൻഡിൽ മെൻഷൻ ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് സേഫ് ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗൈനക്കോമാസ്റ്റി വരാൻ പോകുന്നില്ല. പക്ഷെ അല്ലാത്ത സപ്ലിമെൻറ്റ്സ്, സ്റ്റെറോയിഡ്സ്, അത് ഗൈനക്കോമാസ്റ്റി ഉണ്ടാക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗൈനക്കോമാസ്റ്റിയ കണ്ടീഷൻ വരും. പിന്നീട് അവരത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് സാഗി ബ്രസ്റ്റ് ആവാനുള്ള കാരണമൊക്കെ ആയിത്തീരാൻ പറ്റും. അങ്ങനെ അതായത് ഈ ഒട്ടുമിക്ക ബോഡി ബിൽഡേഴ്സ് സൈക്കിൾസ് ആയിട്ട് എടുക്കുക. അപ്പോൾ സിംഗിൾ സൈക്കിൾ കൊണ്ട് ഒരിക്കലും അവർക്ക് ഗൈനക്കോമാസ്റ്റി വരാൻ പോകുന്നില്ല. അത് നോർമൽ ചെസ്റ്റ് ആയിട്ട് തന്നെ വരിക. ഓക്കെ, പക്ഷേ മൾട്ടിപ്പിൾ സൈക്കിൾസ് ഇവരെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമുക്ക് പ്യൂബറിറ്റി, മാഡം പറഞ്ഞു പ്യൂബറിറ്റൽ ഗൈനക്കോമാസ്റ്റി. അതെന്ന് വെച്ചാൽ നമ്മുടെ പ്യൂബറിറ്റി സമയത്ത് നമുക്ക് പ്യൂബറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 12-13 വയസ്സ് സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹൈറ്റ് കൂടും, സൗണ്ട് വ്യത്യാസം, താടി മീശ പൊടി, അതാണ് പ്യൂബറിറ്റി എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരുപാട് ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ഗൈനക്കോമാസ്റ്റി. അതുപോലെ തന്നെ അതുപോലത്തെ ഒരു ഫേസാണ് നമ്മൾ ഈ ഹോർമോൺസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അത് സിംഗിൾ സൈക്കിളും പല സൈക്കിൾസ് ഇവരെടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, അവർക്കും അതേ ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ടാവും. ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും അത് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് വലുതായി അത് എന്നിട്ടാണ് സാഗ് ആവുന്ന അവസ്ഥ വരുന്നത്. അപ്പം നമ്മുടെ ചില ബോഡി ബിൽഡേഴ്സ് വന്ന് വളരെ വലിയ ബ്രസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് ബോഡി ബിൽഡേഴ്സ് വന്നിട്ടുണ്ട് ഈ ഗൈനക്കോമാസ്റ്റി സർജറിക്ക് വേണ്ടി. ഓക്കെ, അപ്പം അത്തരത്തിൽ ലോങ് ടേം സ്റ്റെറോയിഡ്സ് അവർ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് ഗൈനക്കോമാസ്റ്റി വരും. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ടിഷ്യൂ സാഗ് ആവുന്ന അവസ്ഥ വരും അവർക്ക് പോയേക്കാം. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും ബ്രസ്റ്റിന് ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് സേഫ് ആണോ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ? ഒരു ട്രാൻസ്ജെൻഡർ, ഇപ്പോൾ ഒരു മെയിൽ ബ്രസ്റ്റുമായിട്ട് ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾക്ക് ഒരു സ്ത്രീക്ക്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ചെസ്റ്റുള്ള ഒരു സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇംപ്ലാന്റ് സർജറി അവർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് സേഫുമാണ്. അതിൽ കൂടുതലൊന്നും അവർക്ക് ഇങ്ങനെയൊരു ഇതായതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വേറൊന്നും വരാനില്ല. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൽ അതുപോലെ എന്താ പറയുക, ബ്രസ്റ്റ് ഉള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് വേണ്ട, അവർക്ക് ലൈക്ക് ദേ വോണ്ട് ഒരു മാനായിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഓപ്ഷൻ മാസ്റ്റെക്ടമി, അതായത് മാറിടം എടുത്ത് കളയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താ പറയുക, മറ്റേ ഇംപ്ലാന്റ്സ് പറഞ്ഞ പോലെ തന്നെ ഇതും വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. എക്സാക്ട്ലി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഗൈനക്കോമാസ്റ്റിയിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രേഡ് 4 ഗൈനക്കോമാസ്റ്റി എന്ന് പറയും. ചില ഗൈനക്കോമാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്ത് കളയാൻ പറ്റാത്ത ഗൈനക്കോമാസ്റ്റിക്ക് നമ്മൾ മാസ്റ്റെക്ടമി എന്ന് പറഞ്ഞാൽ മാറിടം എടുത്ത് കളയാം, സർജറി ആ ഭാഗം എടുത്ത് കളയാം. അപ്പോൾ നമുക്കൊരു സാധാ ഗൈനക്കോമാസ്റ്റി ചെറിയ കീഹോൾ പാട് കാണാത്ത രീതിയിൽ സർജറി ചെയ്യുന്നത്. മാസ്റ്റെക്ടമി പറയുമ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഫ്ലാറ്റാവും, പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ മസിലിൻ്റെ താഴെ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്കാർ ഉണ്ടാവും. അങ്ങനത്തെ സ്കാർ കൊടുക്കുന്ന സർജറിയാണ് മാസ്റ്റെക്ടമി പറയുന്നത്.
അപ്പോൾ മാർഡം വേണ്ട, അങ്ങനെ ട്രാൻസ്മെൻ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാസ്റ്റക്ടമി അവർക്ക് ഓപ്ഷൻ ഉണ്ട്. അതും ഒരു സേഫ് ഓപ്ഷനാണ്, അത് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട്.